രണ്ട് ചാർട്ടുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യത്തെ ചാർട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ ചാർട്ടിൽ മൂവിംഗ് ആവറേജിന് ഇൻഡിക്കേറ്ററുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്, ഈ മാസം തന്നെ ഇത് എത്രാമത്തെ തവണയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസും കടന്നു അങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും എവറിത്തിങ് ഈസ് ടെക്സ്റ്റ് ബുക്ക് പെർഫെക്റ്റ്. നിങ്ങൾ ഒരു ലോങ് ട്രേഡ് എടുക്കാൻ തീരുമാനിക്കുന്നു, പക്ഷെ ഒന്നോ രണ്ടോ ക്യാൻഡിൽ കഴിയുമ്പോഴേക്കും മാർക്കറ്റ് യൂ ടേൺ എടുക്കും. നിങ്ങളുടെ എൻട്രി പ്രൈസിന് തൊട്ട് താഴെയായിട്ട് ഒരു വലിയ റെഡ് ബാർ പ്രത്യക്ഷപ്പെടുന്നു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും. അപ്പോ ഇത് കേട്ടിട്ട് നല്ല പരിചയമുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് പറ്റാറുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ പലതവണ നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒരേ ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്താൻ ഈ ഒരു അനുഭവം തന്നെ ധാരാളമായിട്ട് മതിയാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു ചുവന്ന ക്യാൻഡിൽ നിങ്ങളുടെ ചാർട്ട് ഫ്രീസ് ചെയ്ത് നിർത്തുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്.